ഇവിടെ മലപ്പുറത്ത് തിരുനാവായ മണപ്പുറത്ത് മഹാമാഘം എന്നൊരു ഉത്സവം നടന്നിട്ടുണ്ടായിരുന്നു. 2 ആഴ്ചയോളം നീണ്ടുനിന്ന ഒരു മഹാ ഉത്സവമായിരുന്നു. അതായത് ഹിന്ദുക്കളുടെ ഒരു ഒത്തുചേരലായിരുന്നു അത് എന്ന് തന്നെ പറയാം. അപ്പോ കാവ്യ അത് പങ്കെടുത്തിരുന്നോ? പങ്കെടുക്കാൻ പറ്റിയില്ല, പക്ഷെ പങ്കെടുക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഈ മഹാകുംഭമേള എന്ന് പറഞ്ഞ് വാരാണസിയിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്താണ് ഈ മഹാകുംഭമേള പോലുള്ള ഹിന്ദു നടക്കുന്നത്. ഇതുപോലുള്ള ആചാരങ്ങളും ചടങ്ങുകളും ഏറ്റവും കൂടുതലുള്ളത് നോർത്ത് ആ ഒരു ഭാഗത്താണ്. പക്ഷെ നമുക്കൊന്നും അതില് പലപ്പോഴും പങ്കെടുക്കാൻ പറ്റാറില്ല. ഭയങ്കര ക്രൗഡാണല്ലോ അവിടെ, ആയിരിക്കും, എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടില് ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു കാര്യം നടത്തിയത് ഒരു വലിയ സംഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതിന് ഈ നമ്മുടെ കേരളത്തില് ഇന്ത്യ ഒട്ടാകെ ഈ ഒരു മഹാമഹത്തെ കുറിച്ച് ഒത്തിരി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തില് അതിന് അത്രയും ഒരു പ്രാധാന്യം കിട്ടിയില്ല എന്ന് തോന്നിയായിരുന്നു. അതിപ്പോ ഈ സർക്കാരിൽ നിന്നുള്ള പ്രാധാന്യം കിട്ടിയില്ലെന്നേ ഉള്ളൂ. അവിടുത്തെ തിരക്ക് എത്രയായിരുന്നു എന്നുള്ള കാര്യം അന്വേഷിക്കുമ്പോൾ ജനങ്ങൾ അതിന് ആവശ്യത്തിലധികം പ്രാധാന്യം കൊടുത്തു എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പം എന്തെങ്കിലും അതിൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഹിന്ദുത്വക്കെതിരാണ് അല്ലെങ്കിൽ ഭക്തിക്കെതിരാണ് എന്ന് പറയും. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഭക്തിയുള്ള ഒരാൾ തന്നെയാണ്. അമ്പലങ്ങളിൽ പോകാറുണ്ട്, ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കാറുണ്ട്, പൂജകളിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെയെല്ലാം അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ഒരിക്കലും ഒരു അന്ധവിശ്വാസിയല്ല. പിന്നെ ഇന്നലെ ചെയ്ത ഒരു അബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം എന്നൊരു കവിവാക്യം അത് ഞാൻ ഇവിടെ ഉദ്ധരിച്ചു കൊള്ളട്ടെ. ഇപ്പോ കുംഭമേള നടക്കുന്നു, ഇപ്പൊ ഏതൊരു ആചാരവും നടക്കുന്നത് അതിനൊരു ക്രിയേറ്റർ ഉണ്ടാവും. ആരെങ്കിലും ഒരാൾ തുടങ്ങി വെക്കുന്നു, അത് കണ്ടിന്യൂ ചെയ്തു, പിന്നെ ഓരോ തവണയും അത് ഡെവലപ്പായി പോകുന്നു. അപ്പൊ അതിൽ വരുന്നത് ശരിക്കും പറഞ്ഞ ഒരു അന്ധവിശ്വാസം അതിൽ കലർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാനിതിപ്പോ ഈ ഒരു ചടങ്ങിനെ വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല, ശരിക്കും ഈ ഭക്തി എപ്പോഴും യുക്തിയോടെ ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഞാനിപ്പോ പബ്ലിക്കിന്ന് നമ്മളിപ്പോ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു, അതിന് പുറമെ ഒരു പബ്ലിക് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പൊ അതില് ഒന്നും അറിയാത്ത ഒരു സാധാരണ ജോലിക്ക് പോകുന്ന 2 ചേച്ചിമാര് ഒരു കടയിൽ നിന്ന് ഞാൻ കേട്ടൊരു സംസാരമാണ്. അവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, നിങ്ങൾ പോയോ എന്ന് ചോദിക്കുകയാണ് പോയവര്. അപ്പൊ അതില് അവർ 2 പേരും കൂടെ പറയുന്ന വാക്കാണ്, അയാള് ഓരോന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. മനസ്സിലായോ? അപ്പം ഹിന്ദുസ് തന്നെയാണ് കേട്ടോ, അതിനെടുക്കുന്ന രീതി അങ്ങനെയാണ്. അതെനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇപ്പൊ ഈ യുക്തിയോടെ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഹിന്ദു മതത്തിലുണ്ട്. ഹിന്ദു മതത്തിലെ ഒരു വലിയ വിഭാഗം എന്ന് തന്നെ പറയാം. ഈ യുക്തിയോടെ മാത്രം കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ വലിയ തിരക്കുള്ള, ഞാൻ എന്റെ സർട്ടിഫിക്കറ്റിൽ ഹിന്ദു ആണ്, ഞാൻ മതത്തിൽ വിശ്വസിക്കുന്നില്ല, മനുഷ്യനാണ് ഏറ്റവും വലുത് എന്ന് കരുതുന്ന ഒരാളാണ്. അതും എന്റെ വിശ്വാസവും തമ്മിൽ ഞാൻ കൂട്ടിക്കുഴയ്ക്കുന്നില്ല. എന്നാലും പറയട്ടെ, ഇപ്പോ അതായത് നമ്മുടെ ഒരു വിശ്വാസത്തെ മറ്റൊരാൾ ചൂഷണം ചെയ്യാൻ നമ്മൾ നിന്നു കൊടുക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു പൂജയിൽ പങ്കെടുക്കുന്നു, നമ്മൾ വലിയ തിരക്കുള്ള ഈ അമ്പലങ്ങളിലൊക്കെ ഉത്സവം വരുമ്പോൾ നമ്മൾ പോയി അർച്ചന റെസീറ്റ് എടുക്കും. എന്തിനാണ് നമ്മൾ ഈ അർച്ചന റെസീറ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ പൂജകളിൽ പങ്കെടുക്കുന്നത്? നമുക്ക് നന്മ വരണം അല്ലേ? നമ്മുടെ ജീവിതം സ്മൂത്തായി മുന്നോട്ട് പോകണം. ചിലപ്പോൾ വിദ്യാഭ്യാസം ലഭിക്കാൻ, കുടുംബത്തിൽ സമാധാനം ലഭിക്കാൻ, ധനം ലഭിക്കാൻ, ഇങ്ങനെ പല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എല്ലാവരും ഈ അമ്പലങ്ങളിലൊക്കെ പോകുന്നത്. അല്ലാതെ ഹിന്ദുത്വ നിലനിൽക്കണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടിയോ, ഈ ലോകത്ത് സമാധാനം നിലനിൽക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയോ, മറ്റുള്ളവരെല്ലാം നന്നായിരിക്കണമെന്ന ആഗ്രഹത്തോടു ഒന്നും അല്ല ആൾക്കാരെല്ലാം ഈ ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുന്നത്. ഈ ലോകത്തെ നന്മയെല്ലാം എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ വീട്ടിലേക്കും വരണം എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം അല്ലേ? ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് പോകും. നമ്മൾ ഈ തിരക്കുള്ള ഒരു അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ അർച്ചന ചെയ്യുകയാണ്. സാധാരണ ഈ തിരക്കില്ലാത്ത സ്ഥലത്ത് പോകുമ്പം അവിടെ പൂജാരി അകത്തിരുന്ന് മന്ത്രം ജപിക്കും ഇല്ലേ? കേട്ടിട്ടില്ലേ? അർച്ചനയ്ക്ക് മന്ത്രം ജപിച്ചിട്ടാണ് അത് തരുന്നത്. മന്ത്രജപങ്ങൾക്കെല്ലാം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയും എന്ന് ഒരു പരിധിവരെ ഞാനും വിശ്വസിക്കുന്നുണ്ട്. അതായത് അമ്പലത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെഡിറ്റേഷന്റെ ഭാഗം, നമ്മുടെ ഒരു ജീവിതചര്യയിൽ ഒരു അടുക്കും ചിട്ടയും വരിക, നമ്മുടെ ചിന്തകൾക്ക് ഒരു നിയന്ത്രണം വരിക, ഇങ്ങനെയൊക്കെ പല ഘടകങ്ങൾ ഈ ക്ഷേത്ര ദർശനത്തിന്റെ ഒക്കെ പിന്നിലുണ്ട്. ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിൽ ഉള്ള ആ ഒരു കാര്യമുണ്ട്, പോസിറ്റീവ് എനർജി. അതായത് ഈ ലോകത്ത് നിയന്ത്രിക്കുന്ന എല്ലാം എനർജി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ എനർജി ലെവലിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ്, അതാണ് യഥാർത്ഥത്തിൽ ഈ അമ്പല ദർശനം കൊണ്ട് ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇത് ശരിക്കും ഒരു ആഘോഷമായിട്ട് ഒരു ഉത്സവം ആ ഒരു രീതിയിൽ കണ്ടുകൊണ്ട് വേണമെങ്കിൽ അതെ അങ്ങനെ കാണണം. ഇപ്പൊ ഈ കുംഭമേള നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് അവിടെ അതിന്റെ ഹിസ്റ്ററി അവിടെ ഉണ്ടാവും. അതങ്ങനെ കണ്ടാ പോരെ എന്നായിരുന്നു
എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇപ്പൊ ഞാനതൊരിക്കലും പറഞ്ഞില്ലേ, ആ സ്ത്രീ വിശ്വാസം, ഞാനിപ്പോ ഈ ഒരു മഹാമഹത്തിൽ പങ്കെടുത്ത് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും, ഇതൊന്നുമല്ല. എനിക്ക് ആക്ച്വലി അവിടെ പോണം എന്ന് തോന്നിയത് അത് എൻജോയ് ചെയ്യുക, ആ ഒരു അത് കാണണം, അതെന്താണെന്ന് അറിയണം, അവിടെ എന്തെല്ലാം ഉണ്ടെന്ന് അറിയണം. പിന്നെ മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു ആഘോഷം നടക്കുന്ന സമയത്ത്, കഴിഞ്ഞ കുംഭമേള നടന്ന സമയത്ത് ഒരാള്, പല കച്ചവടക്കാരുണ്ടാവും, ആ കച്ചവടത്തില് ഒരാള് ചെയ്തൊരു കച്ചവടം, ഈ ആര്യവേപ്പിന്റെ തണ്ടില്ലേ, അത് വെറും ആര്യവേപ്പിന്റെ തണ്ട് വിറ്റിട്ട് അയാൾ എത്ര രൂപ ഉണ്ടാക്കിയെന്നറിയോ? ശരിക്കും പറഞ്ഞ വ്യവസായമാണ്. ഇതുപോലെ ഒത്തിരി പേർക്ക്. ഇപ്പൊ ഞാൻ ഈ ഒരു സംഭവം ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത്, മലപ്പുറം എന്ന് പറയുന്നതും ഈ നടന്നു എന്ന് പറയുന്ന നീളാതീരം എന്ന് പറയുന്നതും വളരെ സാധാരണക്കാര് മാത്രമുള്ള ഒരു സ്ഥലമാണ്. ഒത്തിരി പേർക്ക് രണ്ടാഴ്ച കൊണ്ട് ഒരു ഹിസ്റ്ററി ഉള്ളത് മാമാങ്കം നടന്നിരുന്നു, ഹിസ്റ്ററി അവിടെയുണ്ട്. അതിന്റെ എല്ലാം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി. 271 വർഷങ്ങൾക്ക് മുൻപ് മാമാങ്കം നടന്നൊരു സ്ഥലമാണ്. പക്ഷെ അതിനെ കുംഭമേളയായും ഇവിടെ വേറൊരു എന്താ പറയാ, ഇതിനി എല്ലാ കൊല്ലവും നടത്തും. ഇനി അതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ സർക്കാരിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു സപ്പോർട്ടോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോ ഇവിടെ ഹിന്ദുക്കളുടെ അപ്പോസ്തലന്മാരായിട്ടുള്ള ഹിന്ദുത്വ സംഘടനകളുണ്ടല്ലോ, സമുദായ സംഘടനകൾ, എടുത്തു പറഞ്ഞാൽ NSSഉം SNDPയും പോലെയുള്ള സംഘടനകളുടെ സപ്പോർട്ടൊന്നും ഈ പരിപാടിക്ക് ഇല്ലായിരുന്നു. പക്ഷേ സർക്കാരിന്റെ ഇടപെടലുകളോ ഇത്തരം സംഘടനകളുടെ സപ്പോർട്ടോ ഒന്നുമില്ലാതെയും അത് വളരെ വൻപിച്ച വിജയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. വിജയമെന്ന് മാത്രമല്ല, യാതൊരു അപകടങ്ങളോ വേസ്റ്റ് മാനേജ്മെന്റ് ഉൾപ്പെടെ എല്ലാം ടോക്ക് കൂടെ വന്നായിരുന്നു നിളാതീരത്ത്. ഇങ്ങനൊരു പരിപാടി നടത്തുന്നത് പുഴ മലിനമാക്കാൻ വേണ്ടി. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത്. ഈ അല്ലാതെ ആൾക്കൂട്ടമുള്ള സ്ഥലത്തെല്ലാം ഉന്തും തള്ളും ഉണ്ടായി. അവിടെ പല അപകടങ്ങളും മരണങ്ങൾ വരെ സംഭവിക്കാണ്. എന്തിന് ശബരിമലയിൽ പോകുമ്പോൾ പോലും ചില ഉന്തും തള്ളിലും മരണ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ലേ? പക്ഷെ ഇവിടെ വലിയ തിരക്കായിരുന്നു എന്നാണ് പറയുന്നത്. 500 പേർക്ക് ഉച്ചഭക്ഷണം കരുതാൻ തീരുമാനിച്ചിടത്ത് പരിപാടി തുടങ്ങി ദിവസങ്ങൾ കഴിയും തോറും 50,000-ഓളം അത് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ എത്തി എന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് എവിടെയെങ്കിലും ഓസിന് ഭക്ഷണം ചാപ്പാടടിക്കാൻ കിട്ടി നമ്മൾ ഉറപ്പായിട്ടും പോകും. കാരണം ഇവിടെ കലൂര് പള്ളിയിൽ പോയ ബണ്ണ് കിട്ടും, പിന്നെ അല്ലാതെ ഗണപതി അമ്പലത്തിൽ പോയ ഉണ്ണിയപ്പം കിട്ടും. അങ്ങനെ ഓരോ അമ്പലത്തിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കഴിക്കാം. നമ്മളെന്ന് വെച്ചാൽ ബണ്ണ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാത്ത സാധനമല്ല, അതിനോട് അത്രയ്ക്ക് ക്രേസുമല്ല. പക്ഷേ ഒരു ആരാധനാലയത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും എന്ന് പറയും, ആഹാര സാധനം കിട്ടും. അത് കഴിക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്. ഈ ഉത്സവ കാലത്തെല്ലാം അമ്പലങ്ങളിൽ അന്നദാനമുണ്ട്. പക്ഷേ ചേച്ചിയുടെ അടുത്തൊരു കാര്യം ചോദിച്ചോളൂ, നമ്മളിപ്പോ ഈ ഒരു മഹാമഹോലെ പറഞ്ഞുകൊണ്ടിരുന്നേ, ഇപ്പോ നമ്മളും ഒരു മീഡിയയുടെ ഭാഗമാണ്. ഇത്തരത്തിലുള്ള എന്ത് പരിപാടി, എന്തിനധികം പറയുന്നത്, ഒരാള് മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് പുറകെ ക്യാമറയും തൂക്കി നടക്കുന്ന ഒത്തിരി മീഡിയാസ്, നമ്മൾ അടങ്ങുന്ന മാധ്യമങ്ങളുണ്ട്. ശരി, പോകാൻ കഴിയാത്തതിൽ എനിക്കൊരു പക്ഷേ ആരും തന്നെ ഇതൊന്ന് കവർ ചെയ്യാനോ ഇതേക്കുറിച്ച് ഒന്ന് വിവരിക്കാനോ. നല്ല വിമർശനങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വിമർശനത്തിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഇത് BJPയുടെ ഒരു തന്ത്രമാണ്. ഇവിടെ ഹിന്ദുത്വയെ ഒന്ന് കൂട്ടിയോജിപ്പിച്ച് BJPക്ക് ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് എല്ലാവരും വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ എനിക്കൊരു സംശയം, എൻ്റെ ഒരു ചോദ്യം, ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇത്തരം അജണ്ടകളില്ലാതെ പരിപാടികൾ നടത്തുന്നത്? ഇവിടെ LDF സർക്കാർ, ഞാൻ അത് BJP അനുകൂലിക്കാൻ പറയുന്നതല്ല, നമ്മൾ ന്യൂട്രലായിട്ട് എല്ലാവരെയും വിലയിരുത്തുന്നതാണ്. ഇവിടെ LDF സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാർ അവരുടെ ഒരു PR വർക്ക് എന്ന രീതിയിൽ എത്രമാത്രം കാശ് ചെലവഴിച്ചാണ് ഇവിടെ ഓരോ പരിപാടികൾ നടത്തുന്നത്. ഇടയ്ക്ക് ഒരു തീരുമാനം ഉണ്ടായിരുന്നു, എല്ലാ തിയേറ്ററുകളിലും ഇവരുടെ ഭരണ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന്. പക്ഷെ അത് എന്തോ നടന്നില്ല എന്ന് തോന്നുന്നു. അപ്പോ എല്ലാ പാർട്ടിക്കാരും അവരുടെ നേട്ടത്തിന് വേണ്ടി ജനങ്ങളുടെ വീക്ക് പോയിന്റ്സ് എന്താണെന്ന് നോക്കി അതിലൂടെ കയറി പറ്റാൻ തന്നെ ഇവിടെ കമ്മ്യൂണിസം ഇവിടെ എങ്ങനെ വളർന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ എങ്ങനെയാ വളർന്നതെന്ന് അറിയോ? ഇപ്പം കാറൽ മാർക്സിന്റെ ഒക്കെ സിദ്ധാന്തങ്ങളും ക്യാപിറ്റലിസവും അതൊക്കെ കൊണ്ടുവന്ന് ഇവിടുത്തെ സാധാരണ കർഷകരുടെ, കൃഷിക്കാരുടെയും ആരുടെയും മുന്നിൽ കൊണ്ട് അവതരിപ്പിച്ചാൽ അവർക്ക് പെട്ടെന്ന് കയറില്ല. അപ്പൊ ഇവർ എന്ത് ചെയ്തു? KPACയിലെ നാടകങ്ങളിലൂടെ, നാടക ഗാനങ്ങളിലൂടെ ആണ് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരുടെ തലയിലേക്ക് കുത്തിക്കയറ്റിയത്. ആ കുത്തിക്കയറ്റിയ കമ്മ്യൂണിസത്തിൽ നിന്ന് ഇപ്പൊ കമ്മ്യൂണിസം ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്, ഒരു മാഫിയ പോലെ വളർന്നു കഴിഞ്ഞു. അതവിടെ നിൽക്കട്ടെ. അപ്പൊ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് അവർ ഇതെല്ലാം അവർ സാഹിത്യത്തിലൂടെ, കലയും സാഹിത്യവും ഉപയോഗിച്ചുകൊണ്ട് ഒരു ബുദ്ധിജീവി ചമഞ്ഞുകൊണ്ട്, അതായത് ബുദ്ധിയുള്ളവരാണ് എന്ന് നമ്മളെ മറ്റുള്ളവർ കരുതണമെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആവണം എന്ന ഒരു ചിന്തയാണ് ആൾക്കാരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തത്. അതിനവിടെ അവർ ചെയ്തു. അതുപോലെ ഇവിടെ എന്താണ് BJP ചെയ്യുന്നത്? BJPയുടെ ലക്ഷ്യം ശരി,
ഹിന്ദു ഏകീകരണം, അതിലൂടെ BJPക്ക് ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്ന് അവർ ചിന്തിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരിക്കലും ഇല്ല. അത് അവരുടെ ചെയ്യുന്നത് ഇത് തന്നെയല്ലേ. അതെ. ഇപ്പോ ഈ ചേച്ചിക്ക് തോന്നിയായിരുന്നോ ഈ ഒരു മഹാമഹത്തെ ഇനി വരുന്ന ഈ ഒരു നിയമസഭാ ഇലക്ഷൻ അതിന് മെയിൻ ഒരു കണ്ടന്റ് ആവാൻ സാധ്യത? ഉറപ്പായിട്ടും ആൾക്കാരിൽ അത് ഇമ്പാക്ട് ഉണ്ട്. കാരണം ഇപ്പൊ തന്നെ ഒരു തീവ്ര ഹിന്ദുത്വം മനസ്സിൽ ചുമക്കുന്നവരെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഈ ഹിന്ദുക്കളെ 3 തട്ടിലായിട്ട് നമുക്ക് തിരിക്കാം. തീവ്ര ഹിന്ദുത്വം ഉള്ളവർ, മൃദു ഹിന്ദുത്വം, അതായത് എന്നെയൊക്കെ പോലെ ഒരു മൃദു ഹിന്ദുത്വം ഉള്ളവർ, അത് കഴിഞ്ഞിട്ട് ഈ ഒട്ടുമേ ഇത് ഏശാത്ത കുറെ ഒരു വിഭാഗം. അങ്ങനെ ഈ 3 തട്ടിലുണ്ട്. ഈ ഫസ്റ്റ് ഉള്ള ആൾക്കാരെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി 2ാം തട്ടുകാരാണ്. അടുത്ത് ഇത് എല്ലാ തവണയും ഉണ്ടെന്നല്ലേ പറയുന്നത്. അടുത്ത തവണ എന്തായാലും അമൃത ഹിന്ദുത്വം, ഇനി നമ്മൾ പോയില്ലെങ്കിൽ ഇനി കുഴപ്പമാവും. ഇത്തവണ ആയാലും എനിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്. എനിക്ക് എന്റെ നാട്ടിൽ ഇതുപോലെ കുറച്ച് അമ്പലവാസം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായതുകൊണ്ട് മാത്രമാണ്, അതിന് പ്രയോറിറ്റി കൂടുതലുള്ളത് കൊണ്ട് ഞാൻ അവിടേക്ക്, എനിക്ക് കുറച്ച് അമ്പല ദർശനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാനും ഇവിടെ കണ്ടറിയണമല്ലോ എന്നാണ് പോകുമായിരുന്നു. അപ്പൊ ഇനി അടുത്ത തവണ മൃദു ഹിന്ദുത്വം സമീപിക്കുന്ന ആൾക്കാർ അവരെന്തായാലും സ്വാഭാവികം നമ്മൾ പോയില്ല എന്ന് വേണ്ടും. അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത തവണയാകുമ്പോൾ ഇതെന്തായാലും ഇപ്പൊ ഈ ആദ്യത്തെ തവണ തന്നെ ഇത്രയും സപ്പോർട്ടില്ലാതെ ഇത്രയും വിജയമായ സ്ഥിതിക്ക് അടുത്ത തവണ ഇതിനേക്കാളും ഇത് നന്നായി നടക്കും. അപ്പൊ അതിന്റെ അടുത്ത തവണയാകുമ്പോൾ ആ 3ാം റോയിലുള്ള ഹിന്ദുക്കളും സ്വാഭാവികമായിട്ടും ഇവിടെ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം. അപ്പൊ ഭൂരിപക്ഷ വിഭാഗം എവിടെ എത്തും? ഈ ആഘോഷങ്ങളിൽ പങ്കാളികളാവുകയും അവർ മനസ്സുകൊണ്ട് ആരുടെ ഒപ്പം നിൽക്കാൻ പ്രേരിതരാകും? BJPക്കൊപ്പം നിൽക്കാൻ തന്നെ പ്രേരിതരാകും. ഒരിക്കൽ ഒരു വീഡിയോയ്ക്ക് കമന്റ് വന്നത് എന്താ, ഞാൻ ചോദിച്ചു ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം BJPക്കാണോ എന്ന ഒരു ടൈറ്റിലിന് ഒരാൾ പറഞ്ഞ കമന്റ് ആണ്, പിന്നെ ഈ BJP എല്ലാം ആരുണ്ട് ഹിന്ദുക്കളെ രക്ഷിക്കാൻ? ഈ ഒരു തോട്ട് പ്രോസസ് ഇവിടെ തോന്നലാണ്. പക്ഷേ ആ തോട്ട് പ്രോസസ് ക്രിയേറ്റ് ചെയ്യാൻ BJPക്ക് കഴിഞ്ഞു. ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ BJPക്ക് കഴിഞ്ഞു എന്ന്. അവിടെ എനിക്ക് തോന്നിയ വേറൊരു കാര്യമുണ്ട്. ശരിക്കും ഇത് BJP ഉണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്ട് അല്ല. BJP വരും, BJP വരാതിരിക്കാൻ ഇപ്പൊ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും ഇപ്പൊ ഒരു സാധാ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വന്നോട്ടെ, പഞ്ചായത്ത് ഇലക്ഷന്റെ തലേന്ന് പോലും ഒന്നും അറിയാത്ത സാധാരണ ജനങ്ങളോട് നമ്മുടെയൊക്കെ നാട്ടിലുള്ള കുട്ടി നേതാക്കന്മാര് ഇലക്ഷന്റെ തലേ ദിവസം ചെന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഒരു വാർഡില് BJP ജയിച്ചാ നാളെ നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല, ബീഫ് കഴിക്കാൻ പറ്റില്ല. ചേച്ചി BJP ഭരിക്കുന്ന അല്ലെങ്കിൽ BJP ഒരു കൗൺസിലർ, BJPയുടെ കൗൺസിലർ ഉള്ള ഏതൊക്കെ വാർഡില് മുസ്ലിംസ് ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ, ഞാൻ ഹിന്ദു ആണ്, എനിക്ക് രാഷ്ട്രീയമില്ല, എങ്കിൽ പോലും എന്റെ വീട്ടില് ബീഫ് കഴിക്കുന്നുണ്ട്, എല്ലാ ആഴ്ചയിലും ബീഫ് വാങ്ങിക്കുന്നുണ്ട്. എന്റെ വാർഡ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP ആണ്, ഞാൻ കൊടുങ്ങല്ലൂക്കാരിയാണ്, ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും ബീഫ് കൂട്ടാറുണ്ട്. അതൊരു തെറ്റിദ്ധരിപ്പിക്കലല്ലേ? ശരിക്കും BJP ഹിന്ദു, എന്റെ നാട്ടില് BJP എന്ന പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പൊ അത് ഹിന്ദുക്കളുടെ മാത്രമാണോ BJP? ഇത് ഇവരിട്ടു കൊടുക്കുന്ന ഒരു സാധനമല്ലേ ഈ BJP എന്ന് പറയുന്നത്? ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് തോന്നിയത് ഭാരത് ജനതാ പാർട്ടി എന്ന് പറയുന്നത് നമുക്ക് ആദ്യമായിട്ട് വന്നൊരു പാർട്ടി ആയിരുന്നു ഈ BJP. അതിനെ പിന്നീട് ഇപ്പൊ ഒരു ഹിന്ദുക്കളുടെ മാത്രം ആക്കി മാറ്റുന്നത് BJP അല്ല, ശരിക്കും മറ്റുള്ളവരായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ കോൺഗ്രസ്സുകാരായിക്കോട്ടെ, ഇവരാണ് BJPയെ ശരിക്കും അവര് ഹിന്ദുക്കളെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുള്ളൂ, അവര് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നൊരു സാധനം ഉണ്ടാക്കിയത് ഇവരും ആവാലോ. എന്നിട്ട് പറയുന്നത് ഇവര് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാ പാർട്ടിയിലും അവരവർക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ കോൺഗ്രസില് ക്രിസ്ത്യൻസിന്റെയാണ് അങ്ങനെ ഒരു ലേബൽ ഉണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റില് മാത്രമാണ് എല്ലാവരും ഉണ്ടെന്നുള്ളൊരു സാധനമുള്ളൂ. ഏറ്റവും അധികം ജാതിയും മതവും വെച്ച് പ്രവർത്തിക്കുന്ന, അതിലൂടെ മാത്രം നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് CPM എന്ന് പറയുന്നത്. അതെ. ഇപ്പൊ ഈ SNDPയില് ജസ്റ്റ് നാട്ടിൻപുറത്തെ SNDPയില് ഒരു ലേഡി സംസാരിച്ചതാ, ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് എന്താ? ഒരു ജാതി, ഒരു മതം, ഒരു മനുഷ്യൻ. അവരത് കേട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു ജാതി, ഈ ഒരു ജാതി, ഈ ഒരു മതം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഈഴവൻ. ഇങ്ങനെയാണ് എടുത്തു വെച്ചേക്കുന്നത്. അത് നാരായണ ഗുരു സ്വാമിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഈ ഈഴവ സമൂഹം തന്നെ ചെയ്തിരിക്കുന്നത്. ഇഴവരാണ് ഏറ്റവും കൂടുതൽ ജാതി പറയുന്നത്. ഇപ്പൊ ഞാനിരുന്നോണ്ട് അങ്ങനെ പറയുന്നോണ്ട് എനിക്ക് എന്താവുന്ന അറിയില്ല, എങ്കിലും ഞാൻ പറയാം. അവനുള്ളത് പറയുന്നതിന് എന്താ? ഈ ഇഴവരുടെ വിചാരം അവരെന്തോ ഭയങ്കര മുന്തിയ ജാതിയാന്ന്.
സത്യം. അല്ല അതിന്റെ ഇപ്പൊ നമ്മള് ആരും കൂടിയത് ആരും കുറഞ്ഞത് കൂടിയത് എന്റെ മൈൻഡിലില്ല. പക്ഷെ കുറഞ്ഞതൊന്നുമില്ല. എന്നാലും പറയുന്നത് പക്ഷേ- ഈ പട്ടിക നിരത്തുമ്പോൾ ഈ ഈഴവ കഴിഞ്ഞിട്ട് താഴേക്ക് OBC ഏറ്റവും മുന്നേ നിൽക്കുന്നവരല്ലേ, ആ. അപ്പൊ അതിന്റെ താഴേക്കാണല്ലോ കുറെ വരുന്നത്. അപ്പൊ ഇത് മുകളിലോട്ടുള്ള എല്ലാം അങ്ങ് തമസ്കരിക്കൂ. ഈ താഴേക്കുള്ളവർ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ആരാ? നമ്മളാണ്. അങ്ങനെ എന്തിനാ കാണുന്നേ? ഇത് പറഞ്ഞ പോലെ നമ്മളെല്ലാം ജാതിയുടെ കാര്യം മനുഷ്യരാണ്. നമ്മളിപ്പോ ജാതിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, ഇപ്പൊ SC ST എന്ന് പറയുന്നു. ഇതിൽ തന്നെ SC-യിലുള്ളവർ ST-യെ പരിഗണിക്കില്ല കല്യാണത്തിന്. ഈ SC ST-യിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്, ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിൽ തന്നെ പല വിഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു കല്യാണ ബന്ധമൊന്നും അവരെ നടത്തില്ല, സമ്മതിക്കില്ല. അപ്പൊ അവിടെ തന്നെ ഉള്ളത് തീർക്കാതെ എങ്ങനെയാണ് ഇവിടെ ഒരു ജാതി ഒരു മതം എന്ന് പറയാൻ പറ്റുന്നത്? അത് നടക്കില്ല. ശരിക്കും ഈ ഞാനിപ്പോ പറഞ്ഞു വന്നത് ഇവരെ കുറ്റം പറയാനോ ഈ ജാതിയുടെ അതില് അവരെ ഇതാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹിന്ദു എന്ന വിഭാഗത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഉപയോഗിക്കാൻ പറ്റുന്നതിന്റെ മെയിൻ റീസൺ ഹിന്ദുക്കൾക്കിടയിലുള്ള ഈ ഒരു ജാതി വിവേചനമാണ്. അതെന്ന് നിർത്തുന്നോ നന്നാവുമായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ ഒരു മഹാമഖത്തില് ഉണ്ടായ മറ്റൊരു ബെനിഫിറ്റ് പറഞ്ഞത്, സാധാരണ നമ്മുടെ ഇടതും വലതും LDF UDF അവരെല്ലാം എന്താ, കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എല്ലാവരും ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ? ഒരു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഈ ഇവരുടെ ജാതി സമുദായ നേതാക്കന്മാരെ പോയി കാണുക. പെരുന്നയിൽ പോകുന്ന ആൾക്കാര്, വെള്ളാപ്പള്ളി നടശേനെ ചുമന്നുകൊണ്ട് നടക്കുന്നു, ഇവരെയൊക്കെ പോയി കാണുക. എന്തിനാണ്? ഇവരുടെ സമുദായത്തിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു മലപ്പുറത്ത് നടന്ന ഈ ഒരു ചടങ്ങിൽ ഒരു സമുദായ നേതാക്കളും വന്നിട്ടില്ല. പക്ഷേ സമുദായ അംഗങ്ങളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അപ്പോ സാധാരണ നേതാക്കന്മാരെ കണ്ടിട്ട് രാഷ്ട്രീയക്കാർ ബന്ധം ദൃഢമാക്കും, അവരുടെ പിന്നാലെ അണികൾ വരുള്ളൂ എന്നതായിരുന്നു ഇതുവരെയുള്ള ചിന്ത. അത് മാറിയിട്ട് അംഗങ്ങൾ വരുന്നു, ഇനി ഇതിനു പുറകെയാണ് നേതാക്കന്മാർ വരേണ്ടത് എന്നൊരവസ്ഥയിലേക്കാണ് ഈ ഒരു സംഭവം കൊണ്ടെത്തിച്ചിട്ടുള്ളത് എന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു.